ഇന്നലെ രാത്രി നടന്ന ഒരു നടുക്കിയ സംഭവമായിരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് മാതാപിതാക്കളെ മകൻ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. പാറത്തറയിൽ ആന്റണി, ഭാര്യ വത്സമ്മ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ ഗൈസ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? ഇന്നലെ തന്നെ നടന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ തൂഫാൻ്റെ ഭാഗമായിട്ട് കുറേ ഡ്രഗ്സ് വേട്ടകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ, അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇടുക്കിയിൽ നടന്നൊരു സംഭവമാണ്. സ്വന്തം മാതാപിതാക്കളെ, അപ്പനെയും അമ്മേനെയും സ്വന്തം മോൻ വെട്ടിക്കൊന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് നമുക്ക് ആദ്യം കേൾക്കാം. അജീഷ് കസ്റ്റഡിയിലായിട്ടുണ്ട്. മാതാപിതാക്കളുമായുള്ള വഴക്കിനിടെയാണ് കൊലപാതകം. കൊലയ്ക്ക് ശേഷം ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബന്ധുവിനും അയച്ചു കൊടുത്തു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. പോലീസ് എന്താണ് പറയുന്നത്? പ്രജല, രേഷ്മ, ഇന്നലെ രാത്രി 9:30 ഈ സംഭവം നടക്കുന്നത്. എഴുകുംവയലിന് സമീപം നീലാണ്ടൻപടി എന്ന് പറഞ്ഞ ഭാഗത്ത് താമസിക്കുന്ന പടിഞ്ഞാറേത്തറയിൽ ആന്റണി, അതുപോലെ തന്നെ ഭാര്യ വത്സമ്മ, ഈ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവ സമയത്ത് ഇവർ 3 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇതിന് ശേഷം, കൊലപാതകത്തിന് ശേഷം ദൃശ്യങ്ങൾ പകർത്തി അജീഷ് തന്നെ ബന്ധുവിനെ അയച്ചു കൊടുക്കുകയായിരുന്നു. ബന്ധു ഇത് സമീപത്തുള്ള പള്ളി വികാരിക്ക് അയച്ചു കൊടുത്തു. പള്ളി വികാരി ഇത് പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ പോലീസിനെയും അറിയിക്കുകയായിരുന്നു. ഈ സമയത്ത് നാട്ടുകാരും നാട്ടുകാരും അവിടേക്ക് എത്തിയ സമയത്ത് ഇയാൾ അക്രമാസക്തനായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് എത്തിയ ശേഷമാണ് ഇയാളെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലേക്ക് മാറ്റിയത്. അതിനുശേഷം കേട്ടില്ലേ, എന്തൊക്കെ ന്യൂസുകളാണല്ലേ? ഇതെല്ലാം മദ്യപാനത്തിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനും അടിമപ്പെട്ട് ചെയ്യുന്നതെന്നാണ് ഉറപ്പാണ്. കാരണം ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ പല ന്യൂസുകളിലും മറ്റു ന്യൂസുകൾ പുറത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ, ഈ അജീഷിനെ ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കിയതിൻ്റെ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ട് വീണ്ടും കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയെന്നാണ്. അപ്പോൾ അവിടെ വന്ന അച്ഛനോടും അല്ലെങ്കിൽ നാട്ടുകാരോടും അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പാവികളുണ്ടായിരുന്നു, അവരെയൊക്കെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം സ്വർഗ്ഗത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നുകളും ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്വന്തം വീടിനടുത്തുള്ളവരോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവർ പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മളിതൊന്നും അറിയാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അധികാരികൾ വീണ്ടും കണ്ണു തുറന്ന് ഇപ്പോൾ നടക്കുന്ന തൂഫാനെ പോലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും നല്ല ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇത്തരം ന്യൂസുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളും കൂടെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.